വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ തയ്യിബൻ കസീറൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سارعوا إلى مغفرة من ربكم وجنة أرض السماوات والأرض أعدت للمتقين. ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ, സർവലോക സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിലെ ആദ്യ 10 അവസാനത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കുവാൻ ആയുസ്സും ആഫിയത്തും നൽകിയ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. കാരണം കഴിഞ്ഞ കൊല്ലം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ബർസഖി ജീവിതത്തിൽ അന്തിയുറങ്ങുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വരുന്ന റമളാൻ നമുക്ക് കിട്ടുമെന്ന് എന്തുറപ്പാണുള്ളത്? അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഇതെന്റെ ആയുസ്സിലെ അവസാന റമളാനായി കാണണം. ഒരു സഹാബി വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കുമ്പോൾ എനിക്ക് ഭക്തി കിട്ടുന്നില്ല, മനസ്സാന്നിധ്യം കിട്ടുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ജീവിതത്തിലെ, നിന്റെ ആയുസ്സിലെ അവസാന നമസ്കാരമായി ഒന്ന് ഓർത്ത് നിസ്കരിച്ചു നോക്കൂ. ഈ നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ റൂഹ് പിടിച്ചുകൊണ്ടുപോകുവാൻ മലക്ക് സജ്ജമായി നിൽക്കുന്നു എന്നുള്ള ആലോചനയോടുകൂടി നമ്മളൊന്ന് നിസ്കരിച്ച് നോക്കുക. സഹോദരങ്ങളെ, റമളാന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായ ഉത്സാഹം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതാകല അല്ലേ? ശരിക്കും എങ്ങനെ വേണ്ടിയിരുന്നത്? തുടക്കത്തിൽ നമ്മൾ കാണിക്കാത്ത ഉത്സാഹവും പരിശ്രമവും നമ്മൾ അവസാനം കാണിക്കേണ്ടത്. സഹോദരങ്ങളെ, സഹോദരികളെ, നന്നാകേണ്ടത് അവസാനമാണ്. മരിച്ചു പോകുമ്പോൾ, ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ, മുഅ്മിനായി കൊണ്ടല്ലാതെ, മുവഹ്ഹിദായി കൊണ്ടല്ലാതെ മരിച്ചു പോകാൻ ഇടവരരുത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങളെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി നമ്മൾ സ്വീകരിക്കുവാൻ മാനസികമായി കൊണ്ട് നമ്മൾ ഉറപ്പെടുക്കണം. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞു, അത് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽ ഖൈറൽ അയ്യാമി അൽകാക. ഏറ്റവും നല്ല ദിവസം റബ്ബേ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കി മാറ്റണമേ. എന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല ദിവസം റബ്ബേ നീയുമായി കണ്ടുമുട്ടാൻ കഴിയുന്ന ആ മഹനീയമായിട്ടുള്ള അവസരമില്ലേ? നോമ്പുകാർക്ക് 2 സന്തോഷവേളയുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും, രണ്ടാമത് തന്റെ റബ്ബിനെ നേർക്കുനേരെ ആകാശത്തിലെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ ഒരു മറയുമില്ലാതെ കാണുന്ന ദിവസമില്ല സഹോദരങ്ങളെ. അതായിരിക്കണം നമ്മുടെ ദിവസത്തിലെ ഏറ്റവും നല്ല ദിവസം.
അല്ലാഹുമ്മ ജൽ ഖൈറൽ അയ്യാമി അൽകാക, പടച്ച തമ്പുരാനെ എന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കി മാറ്റണമേ. വഖൈറു ഉംരി ആഖിറഹു, എന്റെ വയസ്സിലെ എന്റെ ആയുസ്സിലെ ഏറ്റവും നല്ല മഹനീയമായിട്ടുള്ള ദിനം അതിന്റെ നന്മ അതിന്റെ അവസാനമാക്കി മാറ്റണമേ. വഖൈറു അമലി ഖവാതിമുഹു, ഞാൻ ചെയ്യുന്ന കർമ്മം അത് ഏറ്റവും നല്ലതാക്കി അവസാനം ഞാൻ ചെയ്യുന്ന കർമ്മമില്ലേ അത് ഏറ്റവും മഹനീയമാക്കി മാറ്റണമേ. സഹോദരങ്ങളെ, നിസ്കാരമുള്ള, നോമ്പുള്ള, സക്കാത്തുള്ള, ഹജ്ജും അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവസാനത്തിൽ ആത്മഹത്യ ചെയ്യുന്ന എത്ര അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിലെ അവസാനം ഏറ്റവും നല്ലതാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നിപ്പോ എത്രാമത്തെ നോമ്പാ? ഇങ്ങനെ വർത്താനൊന്നും പറഞ്ഞാൽ പറ്റൂല. ഞാൻ നിങ്ങളെ വർത്താനം പറയാനോ അവിടെ നിന്നും പറയില്ല. നിങ്ങളെ ശ്രദ്ധ എനിക്ക് കിട്ടണം. എന്തിനാ നമ്മൾ നോമ്പ് വിൽക്കണേ? ഇതിപ്പോ 7ാമത്തെ നോമ്പല്ലേ പൂർത്തിയായത്? എന്തിനാ നമ്മള് പിന്നെ കൊപ്പറാട്ടണം? എന്തിനാ ആ എണ്ണ കിട്ടാന്? എന്തിനാ നോമ്പ് വിൽക്കണത്? ഇപ്പൊ 7 നോമ്പ് പൂർത്തിയായില്ലേ? ദാഹം തീർന്നു, നാടി നരമ്പുകളെല്ലാം നനഞ്ഞു. റബ്ബ് വിചാരിച്ചാൽ കൂലി കിട്ടി, നമ്മൾ എണ്ണീട്ട് കാര്യമില്ല. എന്താ നോമ്പുകൊണ്ട് കിട്ടേണ്ടത്? പറയട്ടെ. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിട്ടു. മറ്റേ നിങ്ങളെ വൈക്കുണ്ടാവും അല്ലെ? പ്രഭാഷണമൊന്നും ആർക്കും ഇഷ്ടമല്ല. കുറച്ച് വർത്താനം പറയാം നമുക്ക് അല്ലെ? എന്തിനാ നമ്മൾ നോമ്പ് വിൽക്കണത്? എന്താണ് നോമ്പ് കൊണ്ട് കിട്ടേണ്ടത്? അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നോമ്പ് എത്ര നോമ്പുകാരുണ്ട്. ആ നോമ്പ് കൊണ്ട് പട്ടിണിയും പൈതാഹവും മാത്രം കിട്ടുന്ന എത്ര നോമ്പുകാരുണ്ട്. എത്ര തറാവീഹ് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ മറ്റൊന്നും സ്വന്തമാക്കാൻ കഴിയാത്ത. അപ്പൊ എന്താണ് ഇപ്പൊ ഇത്? എന്തിനാണിത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, പൂർവികരായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഞാനിതാ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാണ് നോമ്പ്? ലഅല്ലകും തത്തഖൂൻ. സൂക്ഷ്മത പാലിക്കുന്ന ഭക്തിയുള്ള ആളുകള് നമ്മളെ നോമ്പൂടെ നമുക്ക് കിട്ടണം. നഞ്ഞത്ത് കൈവച്ച് പറ, നിങ്ങള് ഉണ്ടോ? നമുക്ക് നോമ്പ് കൊണ്ട് കിട്ടേണ്ട സൂക്ഷ്മത സ്വന്തമാക്കാൻ സാധിച്ചോ? ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ 10 കാരുണ്യം, പിന്നെ പാപമോചനം, ഇങ്ങനൊന്നും നമ്മൾ ഡിവൈഡ് ചെയ്യണ്ട. അവസാനം വരെ കാരുണ്യമാണ്, അവസാനം വരെ പാപമോചനമാണ്, അവസാനം വരെ നരകമോചനമാണ്. നിങ്ങൾ ആദ്യത്തെ 10, രണ്ടാമത്തെ 10, അവസാനത്തെ 10 അതിൽ ഡിവൈഡ് ചെയ്യരുത്. മുമ്പ് അങ്ങനത്തെ ഡിവൈഡ് ചെയ്യണില്ലേ? ആദ്യത്തെ 10 പ്രത്യേക പ്രാർത്ഥന, രണ്ടാമത്തെ 10 അവസാനം. അപ്പൊ സഹോദരങ്ങളെ, പടച്ച തമ്പുരാനെ പേടിക്കാത്ത മനസ്സിൽ നിന്നും ഞാനിതാ റബ്ബേ നിന്നോട് രക്ഷ തേടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ റമളാനിലെ പുണ്യങ്ങൾ സ്വന്തമാക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതായേക്കാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. പടച്ച തമ്പുരാനെ, എന്റെ മനസ്സിന് നീ ഭക്തി കൊണ്ട റബ്ബേ. നിസ്കരിക്കുന്നത് കൈ കിട്ടുന്നത് ഓർമ്മയുണ്ട്. റബ്ബിനെ അല്ലാത്ത മുഴുവൻ പടപ്പുകളെയും നമ്മൾ ഓർക്കുന്നുണ്ട്. എന്തിനാ നമ്മൾ നിസ്കരിക്കണത്? എന്താണ് നോമ്പ് വിൽക്കണേ? എല്ലാവർക്കും തത്തക്കും അല്ലെ? ഓരോ പോയിന്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് പോകണം. ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ കിട്ടി, എന്തെങ്കിലും ഒരു പോയിന്റ് വേണം അല്ലെ? എന്റെ ചോദ്യം തീർന്നു. എന്തിനാ സ്കെച്ചിന്? ഇപ്പൊ മഗ്‌രിബ് സ്കെച്ചില്ലേ? ഈ മഗ്‌രിബ് സ്കരിച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് നേടിയോ? എന്നെ ഓർക്കാനാണ് നിസ്കരിക്കേണ്ടത്. എത്ര ആൾക്ക് കൈയ്യട്ടിട്ട് ഞാൻ പഠിച്ചോനെ മാത്രം ഓർത്ത്?
തക്കാരത്തിന്റെ തലേന്നാണെങ്കിൽ പഠിച്ചോനെ മുഴുവൻ പ്ലാനിങ്ങും പത്തിരി പോരാ, കുറച്ച് സമൂസ വേണം, കുറച്ച് മറ്റേ വേണം, കുറച്ച് മന്തി വേണം, മറ്റേ വേണം, ഇതൊക്കെ മുഴുവൻ എല്ലാവിധ പ്ലാനിങ്ങും നിസ്കാരത്തില് അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? കൈയെട്ടിട്ട് ശരീരത്തിലേറ്റ അമ്പ് പറിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത സഹാബത്ത് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, ഞാനൊന്നും അറിയില്ലെന്നാ. നമ്മളോ മറന്നുപോയ കണക്ക് കിട്ടണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചതെന്ന് പറഞ്ഞ മാര്യ എല്ലാം നിസ്കാരം ഈ സ്ഥലം അത് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. എപ്പോഴും ഓർമ്മ വരിക? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്, കുടുംബമുണ്ട്, സമാധാനം മാത്രമില്ല. എന്താ കാരണം? ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നമ്മൾ റബ്ബിനെ ഓർക്കുന്നില്ല. കയ്യിൽ കെട്ടിയിട്ട് ഒരു ചങ്ങായിട്ട് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ മൂപ്പര് ചെല്ലി വജ്ജത്തുന്നല്ല, മൂപ്പര് ചെല്ലാത്ത അല്ലേ? ഇങ്ങനെ നടക്കുക. വല്ല പ്രേതത്തെ പറ്റി, പ്രേതമൊന്നുമില്ല, എന്നാൽ പ്രേതത്തെ പറ്റി പറ ഇങ്ങനെ അലങ്ങി നടക്കുക. നമ്മൾ ആത്മാവിൽ കൂടെ പോയതൊന്നും അറിയില്ല. പടച്ച തമ്പുരാനിൽ ഏകാഗ്രത കിട്ടാത്തതാണ് നമുക്ക് സമാധാനം കിട്ടാത്തത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. അല്ലാഹനെ കൃത്യമായി ഓർക്കുന്ന ആളുകൾക്ക് സമാധാനം കിട്ടുള്ളൂ. സഹോദരങ്ങളെ, ടൂറ് കൊണ്ട് കിട്ടൂല, നല്ല എല്ലാവിധ സൗകര്യങ്ങളുള്ള വീട് കൊണ്ട് കിട്ടില്ല, സ്ഥാനമാനങ്ങൾ കൊണ്ട് കിട്ടില്ല, ഭൗതികമായിട്ടുള്ള എല്ലാ സ്വത്തും നമുക്കുണ്ടായാലും നമുക്ക് സമാധാനം കിട്ടില്ല ദൈവസ്മരണ ഇല്ലെങ്കിൽ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. പടച്ച തമ്പുരാനെ ഓർക്കുന്നതിൽ നിന്ന് ആരകന്നു പോയോ ജീവിതം ക്ലേശകരമായിരിക്കും, പ്രയാസമുള്ളതായിരിക്കും. അപ്പൊ സമാധാനം കിട്ടാത്തതിന്റെ ഉത്തരവ് നമ്മള് കിട്ടി. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. പടച്ച തമ്പുരാനെ എന്റെ മനസ്സിന് നീ തഖ്വ കൊണ്ട് റബ്ബേ, വസക്കിഹാ, നീ എന്റെ മനസ്സിനെ സംസ്കരിക്ക്. ഖൈറു മൻ സക്കാഹാ, തന്റെ മനസ്സിനെ സംസ്കരിക്കുന്നതിൽ ഏറ്റവും മഹനീയമായവൻ റബ്ബേ നീയാണ്. അൻത വലിയുഹാ, ഈ എന്റെ മനസ്സിന്റെ, എന്റെ ആത്മാവിന്റെ യഥാർത്ഥ ഉടമ നീയാണ് റബ്ബേ, നീയാണ് അതിന്റെ യഥാർത്ഥ രക്ഷാധികാരി. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലണം. ഈ ചെല്ലണത്തെ ആൾക്കാരുണ്ട് ഇതില് സത്യം പറയാവൂ? ഈ പ്രാർത്ഥന ചെല്ലുന്നത് പറയാണ് നന്ന് മുതൽ. ഞാൻ ഇവിടുന്ന് ക്ലാസ് ഞാൻ കുറെ പ്രയാസപ്പെട്ട് എന്റെ ശാരീരികമായി ഇപ്പൊ 2 ഗുളിക കുടിച്ചിട്ടാണ് കയറി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കയറുമ്പോൾ പടച്ചൂടെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. ഇത് പോകുമ്പോ എന്തെങ്കിലും ഒരു ഉപകാരം കൊണ്ട് വേണ്ടേ? പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളെ വർത്താനൊക്കെ കഴിയില്ലേ? പറയല്ലേ? റെഡിയാണോ? എന്നാ ചെല്ലണന്റെ കൂടെ എപ്പോഴാ നിർത്തിച്ച് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിങ്ങൾ കുടുങ്ങൂല. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ പറയണേ. നിങ്ങളെ ഞാനൊന്ന് ഉറക്കിത്തരാം. നിങ്ങൾക്ക് മാത്രമുള്ള ഇപ്പൊ ചെയ്യണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ പറഞ്ഞേ. ഒന്ന് ഉറക്കണ്ട് പറഞ്ഞാൽ ഒന്ന് നഷ്ടപ്പെടില്ല. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. പടച്ച തമ്പുരാനെ എന്റെ മനസ്സിന് നീ ഭക്തി കൊണ്ട റബ്ബേ, വദക്കിഹാ പറഞ്ഞോളി. വദക്കിഹാ പോയോ? വോൾട്ടേജ് പോയോ? വദക്കിഹാ ഖൈറു മൻ സക്കാഹാ. വദക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അൻത വലിയുഹാ വമൗലാഹാ. ആയ 3 കഷ്ണുള്ളൂ. ഒന്നാമത്തെ കഷ്ണം ഏതാ? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വദക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഇവിടെ ബോർഡ് ഉണ്ടെങ്കിൽ അത് എഴുതിയേക്കണ്ടേ കേട്ടോ? ഇൻഷാ അല്ലാഹ് അത് അടുത്ത് നിങ്ങൾ പഠിക്കണം. നാളെ മുതൽ, ഇന്നൊന്നും അറിയില്ല, കാരണം അത് പഠിച്ചതുണ്ടാവുമല്ലോ. ശരിക്കും നമ്മൾ ആ ഗൂഗിളിലൊക്കെ ഒന്ന് ഇങ്ങനെ വെറുതെ അടിച്ചാൽ കിട്ടുതേ, എല്ലാം കിട്ടും. എന്ത് ചോദിച്ചാലും മൂപ്പര് മറുപടി വരും. ഇപ്പൊ ജെമിനി ആപ്പ്, അതുപോലെ പിന്നെ ഓരോ സംവിധാനം നമ്മൾ ചോദിച്ച അപ്പം മറുപടി അറിയും. നമ്മളൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രഭാഷണം നടത്താൻ കഴിയും. മൂപ്പര് നടത്തി. ഈ കാലം പോയ പോക്കേ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആരാ നിരക്ഷരന്? ആരാ എഴുത്തും വായന അറിയാത്തോല? ടെക്നോളജി അറിയാത്തോല? ഈ കണ്ട കുന്തരാണ്ടത്തിലുള്ള സാധനം എന്താ അറിയണ്ടേ? ഇതിങ്ങനെ കൊണ്ടെടുക്കുക. ഒരാളെ വിളിച്ചാൽ വേണ്ടി എടുത്തു കഴിഞ്ഞാല് വിളിച്ചാൽ മാത്രം ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനല്ലേ?
അതിങ്ങനെ അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ടും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അവസാനം വേണ്ടാത്തതൊക്കെ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിണ്ടാവും. ഔദുബില്ലാ മിനശ് ശൈത്വാനിർ റജീം ചൊല്ലിക്കാണ്ടി. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മള് ഈ പ്രാർത്ഥന നന്നായി പഠിക്കാം. സഹോദരങ്ങളെ, സാക്ഷിയാകേണ്ട റമളാൻ എന്നതാണ് നമ്മുടെ വിഷയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പലവരും നമ്മൾ കേട്ടതാണ്. പരിശുദ്ധ റമളാൻ കിട്ടിയിട്ടും അതിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ തന്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാത്തവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും ബഹുദൂരം അകന്നു പോകട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് പ്രവാചകൻ ആമീൻ പറഞ്ഞു. ഈ റമളാനെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപകോപങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങണം. സഹോദരങ്ങളെ, ഈ റമളാന് കൊണ്ട് നേടേണ്ടത് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ റബ്ബിനോട് ഏറ്റു പറയണം. സാരിഊ, നിങ്ങൾ സമയം കളയാതെ മുന്നോട്ട് വരണം. ഇലാ മഗ്ഫിറ, മഗ്ഫിറത്തിലേക്ക് വരണം. പടച്ചതമ്പുരാനോട് തെറ്റുകളെന്ന് ഏറ്റുപറയണം. ആദമിന്റെ മക്കളെല്ലാവരും പാപികളാണ്. ആ പാപം ചെയ്യുന്ന ആദമിന്റെ മക്കളിൽ ഏറ്റവും നല്ലവനാരാണ്? ചെയ്തു പോയ തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്ന ആളുകളാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് ഏറ്റുപറയണം. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സും തുരുമ്പ് പിടിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഇരുമ്പിന്റെ തുരുമ്പകറ്റാനുള്ള സാങ്കേതിക വിദ്യ ഞങ്ങൾക്കറിയാം. സഹോദരങ്ങളെ, ഞങ്ങളുടെ മനസ്സിന്റെ തുരുമ്പകറ്റാൻ എന്ത് ഒറ്റമൂലിയുണ്ട് സഹോദരങ്ങളെ? എന്തൊറ്റമൂലി എന്ന് പറയണേ? ഇയാൾ ചോദ്യം ചോദിച്ചാനായിട്ട് വന്ന മനസ്സിന്റെ, നമ്മളിപ്പോ ഇരുമ്പിന്റെ തുരുമ്പകറ്റാണെങ്കിൽ നമ്മളെന്ത് ആദ്യം കോട്ടെടുക്കും അല്ലെ? എന്തിനു പറയാ? പ്രൈമറോ അല്ലെ? പിന്നെ എന്തിന്റെ മേലടിച്ച? നമ്മുടെ മനസ്സൊന്ന് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പ്രൈമർ അടിക്കാൻ കഴിയുമോ? കഴിയോ? മുമ്പൊക്കെ ഈ നനച്ചുളി എന്ന പരിപാടി ഉണ്ടെങ്കിൽ എല്ലാ ഫർണിച്ചറൊക്കെ പുറത്ത് കിട്ടി പാർവത്തിന്റെ എന്താ പറയാ? എല്ലാ ജില്ലക്കാരും ഇവിടെ ഉണ്ടാവും. തിരിയാത്തൂര് തിരുന്നൂര് ചോദിച്ചാലേ പാർവത്തിലൊക്കെ ഇട്ട് നന്നായി ഉരക്കേണ്ട എന്താ? നമ്മുടെ മനസ്സാണ്. ഈ ദുനിയാവിലേക്ക് പിറന്നു വീണപ്പോൾ റബ്ബ് നമുക്ക് തന്ന മനസ്സില്ലേ അതേ രൂപത്തിൽ തിരിച്ചു കൊടുക്കണം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ സന്താനങ്ങളും ഈ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. ഈ ശുദ്ധ പ്രകൃതിയോടില്ല ഈ മനസ്സ് തിരിച്ചു കൊടുക്കണം നമ്മള്. അതാണ് റമളാനോട് കിട്ടേണ്ടത്. ഒഴിഞ്ഞിരുന്ന് റബ്ബിനെ ഓർത്ത് തന്റെ പാപങ്ങളെ ഓർത്ത് കരയുന്ന കണ്ണുകൾ നരകം സ്പർശിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒഴിഞ്ഞിരിക്കുക. ആൾക്കാരെ കാണിച്ച അനക്ക് റീൽസിനൊക്കെ കരയാനൊക്കെ നല്ല സുഖ. നമ്മളെ പെണ്ണുങ്ങളൊക്കെ മുഴുവല്ല, പെണ്ണുങ്ങളല്ല, ആ ബാല വൃദ്ധ ജനങ്ങൾ എല്ലാവർക്കും ഇപ്പതാ റീൽസിന്റെ കാലാണ്, ലൈക്കിന്റെ കാലാണ്, റീച്ചിന്റെ കാലാണ്. അള്ളാന്റെ ലൈക്കാർക്കും വേണ്ട. ജനങ്ങളുടെ സബ്സ്ക്രൈബ്സിന്റെ ലൈക്ക് മതി, റീച്ച് മതി. അള്ളാഹുവിന്റെ ലൈക്കൊന്ന് കിട്ടേണ്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബൽ. ഇടിഞ്ഞു വീഴാറായ ഒരു മലയുടെ അരികെ ഇരിക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ നമ്മൾ കാണണം. ഏത് നിമിഷവും ആ മല അടർന്നുകൊണ്ട് തന്റെ ശരീരത്തിലേക്ക് വീഴുന്ന ഒരാൾ ശുഷ്കാന്തിയില്ലേ, ഇതേപോലെ നമ്മുടെ തെറ്റുകളെ നമ്മൾ കാണണം. അങ്ങനെ വിശ്വാസികള്. ഇനിയോ ഫൈനൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ ഔഫിഹി. തന്റെ മൂക്കിന്റെ മുമ്പിലൂടെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ് ഫാജിറായിട്ടുള്ള ആളുകൾ തന്റെ പാപങ്ങളെ കാണുന്നത്. അതുകൊണ്ട് സഹോദരൻ, നമുക്കൊക്കെ അറിയാം, ആരോടും പറയണ്ട, നമ്മളെ മൈനസ് എന്താ നമുക്കറിയില്ലേ? നമ്മളെ സ്ട്രെങ്ത് എന്താ അറിയില്ലേ? നമ്മളെ മിസ്റ്റേക്ക് എന്താന്ന് അറിയില്ലേ? ഒരാൾ നമ്മൾ ബോധ്യപ്പെടുത്തണ്ട നമ്മളെ തെറ്റെന്താണ്. ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് ഏത് തെറ്റിൽ നിന്നാണ് മുക്തി നേടേണ്ടത്, ഏത് പാപമാണ് റബ്ബിനോട് ഏറ്റുപറഞ്ഞ് നല്ല ശുദ്ധമായ മനസ്സാകേണ്ടത്. ഇബ്രാഹിം വാദിച്ചില്ലേ, ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം.
യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളോ സമ്പത്തോ ഉപകരിക്കാത്ത മഹ്ശറയിൽ റബ്ബേ എനിക്ക് ശുദ്ധമായ മനസ്സുമായി തിരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആര് പ്രാർത്ഥിച്ചു? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമളാൻ കൊണ്ട് നന്നാകേണ്ടത് മനസ്സാ. എന്താണ് നന്നാകേണ്ടത്? മനസ്സാണ്. അത് നന്നായില്ലെങ്കിൽ റമളാൻ കൊണ്ടൊന്നും കിട്ടൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ ആരാണ്? കാശുള്ളവനാണോ? BMW ഉള്ളവനാണോ? അതല്ലെങ്കിൽ ധാരാളം ലക്ഷങ്ങളും കോടികളുമുള്ള ആളുകളാണോ? അധികാരവും സ്വാധീനവും ഉള്ള ആളുകളാണോ? അതൊന്നുമല്ല. ആരാ നല്ലോന്? പ്രവാചകൻ പറഞ്ഞു, മഹ്മൂമുൽ കൽബി സദൂഖുൽ ലിസാൻ, നിസ്വാർത്ഥമായ മനസ്സുള്ളവനും അതുപോലെ തന്നെ നാവ് കൊണ്ട് സത്യം പറയുന്നവനും. ചില ആൾക്കാർ എല്ലില്ലാത്ത സാധന എന്തുകൊണ്ട് പറയാനാ? എല്ലില്ലാത്ത 2 അവയവങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നരകം ചോദിച്ചു വാങ്ങുന്നത്. അവ രണ്ടും അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലെ വിനിയോഗിക്കൂ എന്ന് ഉറപ്പു തന്നാൽ ഈ ദുനിയാവിൽ തന്നെ സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരാം. എല്ലില്ല, എന്തുകൊണ്ട് പറയാം? സഹോദരങ്ങളെ, സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോഴ് മഹ്മൂമുൽ കൽബി ഖാലഹു അത്തഖിയു. സഹോദരങ്ങളെ, നാവിന്റെ സത്യസന്ധത എന്ന് പറഞ്ഞത് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. പക്ഷേ മനസ്സിന്റെ സത്യസന്ധത എന്താണ്? മനസ്സിന്റെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അത്തഖിയു അന്നകിയു ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഇല്ല വലാ ഹസദ. എന്താണ് നിസ്വാർത്ഥമായ മനസ്സെന്ന് പറഞ്ഞാൽ? അത്തഖിയു ഭക്തിയുള്ള മനസ്സ്, ലഅല്ലകും തത്തഖൂൻ ഭക്തിയുള്ള മനസ്സ്, അന്നകിയുൻ വിശുദ്ധിയുള്ള മനസ്സ്, ലാ ഇസ്മ ഫീഹി അതിൽ യാതൊരു പാപങ്ങളുമില്ല, വലാ ബഗ്യ വലാ ഇല്ല വലാ ഹസദ അസൂയയോ പകയോ വിദ്വേഷമോ ഇല്ലാത്ത മനസ്സ്. ഇന്ന് അറമിലെ ഇമാമ് വളരെ ശക്തമായി പറഞ്ഞത് അതാണ്, വലാ തജ്നൽ ഫീ ഖുലൂബിനാ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഒരാളെ കുറിച്ച് നമ്മളെ മനസ്സിൽ പകണ്ടാൻ പാടില്ല. പറയാൻ കഴിയും നമുക്ക്? അരച്ചാണ് കൊടുത്ത വലിച്ചാണ് കുടിച്ചും ചില ആൾക്കാര്. അത്രങ്ങാനും ദേശീയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞ വാചകമുണ്ട്, ഒരാളെ കുറിച്ച് അയാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ഇത് കേട്ടത് പല ഊര് കേട്ടത് ഈ കാരോ 3 ദിവസം ഒപ്പം കൂടിയിട്ട് എന്താന്ന് അറിഞ്ഞില്ല. അവസാനം ആ സഹാബി പറഞ്ഞ തരങ്ങള്, ഞാൻ എല്ലാ ദിവസവും എന്റെ ബെഡിലേക്ക് പോകുമ്പോൾ ഒരാളെ കുറിച്ചും എന്റെ മനസ്സിൽ പകയോ വിദ്വേഷമോ വെറുപ്പോ അസൂയയോ ഉണ്ടാവില്ല. നമുക്ക് അസൂയ ഉണ്ടായി. ഈ അയാളെ വളർച്ച ഇങ്ങനെ സൈക്കിളില്ല. നമ്മൾ കൊടുന്ന ആളേക്കാരോ, നമ്മൾ വിസ കൊടുത്താണ് കൊടുന്ന ആളേക്കാരോ, അയാളിപ്പോ ഹൈ നിലയിലേക്കാരോ, നമുക്ക് അസൂയ ഉണ്ടെങ്കിൽ ആർക്കതിന്റെ കുഴപ്പം? ഞമ്മക്കാണോ? അതല്ല, നമ്മൾ അസൂയപ്പെടുന്ന ആൾക്കാർക്കാണോ? അതിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടത് ആരാ? സൈക്കോളജിക്ക് പറയാ, ഒരാളെ കുറിച്ച് നമുക്ക് പകയോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അതിന്റെ ഭാരം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഉറങ്ങുന്നു, ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? തിരിഞ്ഞു മറിഞ്ഞോ AC എത്ര ഇട്ടാലും തണുപ്പുണ്ടാവില്ല. എന്താ കാരണം? സഹോദരങ്ങളെ, ഇയ്യാകും വൽ ഹസദ, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ്? തീ വിറകിനെ തിന്നുന്നത് പോലെ നിങ്ങളുടെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും ഇല്ലാതാക്കി കളയുന്നു. അതുകൊണ്ട് ഒരാളെ കുറിച്ച് അസൂയ ഉണ്ടാൻ പാടില്ല, പകണ്ടാൻ പാടില്ല. ചോദിച്ചു നോക്കി നിങ്ങള്. ഇപ്പൊ എല്ലാ സംഗതി നോക്കണ, പ്രഷർ നോക്കണ, ഷുഗർ നോക്കണ, കൊളസ്ട്രോൾ നോക്കണ, ഭൂചലനം നോക്കണ ഒക്കെ മെഷീൻ ഉണ്ടല്ലോ. നമ്മളെ മനസ്സിലെ പക നോക്കണുണ്ടല്ലോ. പഠിച്ചോനെ അതിന്റെ അവസ്ഥ എന്ത് കാരം? ഒപ്പം ഇങ്ങനെ നടക്കുക, നല്ല ചെറിയ കാരം അല്ലേ? തൊലാക്കത്തിൽ വജീസ്വതക്ക, കണ്ടാൽ പുഞ്ചിരിക്കുക എന്നത് അത് പുണ്യമാണ്. പക്ഷെ ആ പുഞ്ചിരിക്കുണ്ടല്ലോ ഭയങ്കര ദേശീയക്കാരന്റെ മനസ്സില് അല്ലേ?
പറയുന്നത് നമ്മള് അതാണ്. നമ്മൾ ഒരാളും നല്ലത് പറയില്ല. എത്ര നമ്മൾ ചെയ്താലും നല്ലതൊരു പറയില്ല. മുമ്പ് നിങ്ങൾ നല്ല സദ്യക്ക് പോയിട്ട് അവസാനം മുപ്പര് പറഞ്ഞത് ചോറും ഒക്കെ ഉഷാറാ, പക്ഷെ ബാക്കുണ്ടല്ലോ അത്ര വലിപ്പം വേണ്ടില്ല, നീ പറയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കന്നെ വേണ്ട. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചാൽ മതി. നമ്മള് ആരും നല്ലത് പറയണ്ട. എന്റെ റബ്ബനെ തിരസ്കരിക്കാതിരുന്നാൽ മതി. സഹോദരങ്ങളെ, ഞാൻ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. നോമ്പിന്റെ കൂലി എത്ര? പെണ്ണുങ്ങൾക്കും പറയട്ടോ, നിയമ നിസാരിൽ അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ലോല, കാണാൻ ചൊറുക്കുണ്ടായിട്ടൊന്നുമില്ല. ഓൾക്ക് അറിയേണ്ടത് അറിയാനോ ഓൾക്കൊരു മടിയില്ലെന്നാ. എത്രയാണ് ഒരു നോമ്പിന്റെ കൂലി? നോമ്പിന്റെ കൂലി കിട്ടണമെങ്കിൽ അത് അറിയണ്ടേ? അങ്ങനെ വന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ. എത്ര ഒരു നോമ്പിന്റെ കൂലി എന്താ ഒന്ന് പറഞ്ഞ നിങ്ങള്? അങ്ങനൊന്നും അള്ളാഹു ആയില്ലെന്നുള്ളത് അവസാനം സ്ത്രീകളൊക്കെ എല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞ വാചക നമുക്ക് പറയാളൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അത് കിട്ടണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതെന്താന്ന് അറിയണ്ടേ? എത്ര കാലം കൊല്ലായി നമ്മൾ നോമ്പിൽക്കാൻ തുടങ്ങിയിട്ട്? ഒരു നോമ്പിനുള്ള കൂലി എന്താ? ഒഴിച്ചോ? കുട്ടിയോട് ചോദിച്ചമാര് ഒഴിവാക്കിയോ? എനിക്കുള്ളതാണ് നോമ്പ്, ഞാൻ ഇഷ്ടമുള്ള അത്ര ഞാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാലും ഒരു നോമ്പിന് കൂലിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാളില്ല പഠിച്ചോനെ പറയട്ടെ. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് 70 വർഷം നമ്മുടെ അതെനിക്കറിയല്ലോ. എപ്പോഴും പറഞ്ഞപ്പോ 70 കൊല്ലം ഇപ്പൊ നോമ്പ് പറ്റപ്പോ നിങ്ങൾ പറഞ്ഞോ, പഠിച്ചോനെ ഇന്നത്തെ നോമ്പ് കൊണ്ട് 70 കൊല്ലം എന്റെ മുഖത്തെ നിങ്ങൾ പഠിച്ചോനെ അകറ്റെന്ന് പ്രാർത്ഥിച്ച നമ്മള്. നോമ്പ് സ്വീകരിക്കലിൽ തന്നെ 2 ഡിമാൻഡ് ഉണ്ട്. ഇയാള് ചോദ്യം ചോദിച്ചാനായിട്ട് വന്നാണ് തോന്നുന്നു അല്ലെ? നോമ്പ് സ്വീകരിക്കലിൽ 2 മാനദണ്ഡം ഉണ്ട്. ഏതാ പറയട്ടെ? അങ്ങനെയാണോ? പറയട്ടെ, ചോദിച്ചോട്ടെ, അങ്ങനെയാണല്ലോ ചോദിക്കുക. എന്താണ്? മൻ സ്വാമ റമളാൻ ഈമാനൻ വഹ്തിസാബ, ഈമാനോടുകൂടിയും കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റവന് ഉഫ്റലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എത്ര കൂലി? ഒരു നോമ്പിന്റെ കൂലി എത്ര? ഇഷ്ടമുള്ളത്ര കൊടുക്കും, പക്ഷേ ഒരു കണക്ക് പറയണല്ലോ. ആറ്റിൽ ഇടുന്നാണെങ്കിലും അളന്നിടുന്നതാണല്ലോ ചെല്ല്. 70 കൊല്ലം തന്റെ മുഖത്തെ പ്രാർത്ഥിക്കണം, പഠിച്ചോൻ ഇന്നത്തെ നോമ്പുകൊണ്ട് എനിക്ക് 70 കൊല്ലം എന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റണേ എന്ന് നമ്മള് പ്രാർത്ഥിക്കണം. നമ്മളിതൊന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ പലിച്ചക്ക് നിശ്ചയാണ്ട് ചോറൊക്കെ വെച്ച് തിന്ന്. മുമ്പൊക്കെ ഒരു സംവിധാനം ഉണ്ട്. എന്താ? മൈസൂര് വാക്കിയും പിന്നെ തൈരും അതുപോലെ തന്നെ പഴയ ആളുകൾക്ക് അറിയല്ലേ എന്താണ് ഒക്കെ പാടണ്ട് കൂട്ടിയിട്ടുണ്ട്, ഒരു കുഴച്ചിട്ടൊരു അടമ്പല് അല്ലേ? അപ്പൊ അതൊക്കെ പോയി. ഇങ്ങനെ നമ്മൾ പലിച്ചൊക്കെ എഴുന്നേറ്റാണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുന്നവരെ കാത്തുന്ന കൂലിട്ടോ കിട്ടോ? ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മൾ ശരീരം മുഴുവൻ പിന്നെ നനയണ എന്താ പറയാ? ഞാനേ ഇങ്ങനെ ശ്വാസം കിട്ടണം. നമ്മുടെ ശരീരം നനയുന്നതിന് നമ്മൾ എന്താ പറയാ? പരിപാടി ഇല്ലേ? മലയാളികൾക്ക് എന്തോ ഒഴിവാക്കിയാലും കുളി വെക്കാൻ പറ്റുമോ? ശരീരം മുഴുവൻ നനയുന്നതിന് നമ്മൾ കുളി എന്ന് പറയില്ലേ? ഉറപ്പല്ലേ? വാക്ക് മാറ്റൂലല്ലോ? മാറ്റോ? ശരീരം മുഴുവൻ നനയുന്നതിന് നമ്മൾ കുളി എന്ന് പറയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരാള് ഒരു കുളത്തിന്റെ അരികെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ വഴിക്കാണ്ട് വീണ് ഞാനൊന്ന് കുളിച്ചെന്ന് പറയോ? എന്താ ഇപ്പൊ നിങ്ങൾ കുറച്ച് നേരത്തെ എന്തേ പറഞ്ഞു എന്നോട്? എന്തെങ്കിലും പറഞ്ഞത്? ശരീരം മുഴുവൻ നനഞ്ഞാലിന് കുളി എന്ന് പറയില്ലേ? എന്താ പ്രശ്നം? നമ്മൾ ശരീരം നനഞ്ഞിട്ടും നമ്മൾ കുളിച്ചു എന്ന് പറയാത്ത എന്താ? പറഞ്ഞോളി, അവിടെ നമ്മളെ മർമ്മം കിടക്കുന്നു. പറഞ്ഞോളി. നമ്മൾ കുളിച്ചാൻ കരുതിയിട്ടില്ല. സത്യല്ലേ? നമ്മൾ കുളിച്ചാൻ കരുതിയിട്ടില്ല. നമ്മൾ പുണ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ റബ്ബ് നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യൂലാണ്. കഅബാലയം പടുത്തുവരുത്തും വരെ പ്രവാചകൻ ഇബ്രാഹിം പ്രാർത്ഥിച്ചെന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രാർത്ഥിക്കണം, പടച്ചവനെ പുണ്യം കൊണ്ടാ
ഇല്ലെങ്കിൽ അള്ളാഹു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മള് സാക്ഷി ആകേണ്ട റമദാൻ എന്നാ. നമ്മള് ഈ റമദാന് നമുക്ക് സാക്ഷിയാകുമോ? നമുക്ക് എതിരായിട്ട് വരുമോ? ഷാഹിദൻ ലനാ വലാ ഷാഹിദൻ അലൈന. ഈ പരിശുദ്ധ റമദാനിനെ ഞങ്ങൾക്ക് സാക്ഷികളാക്കണേ. ഞങ്ങൾക്കെതിരെ നോമ്പ് വർത്താനം പറയും, ഖുർആനും വർത്താനം പറയും. അസ്സൗമു വൽ ഖുർആനു യശ്ഫആനി അബ്ദി. തന്റെ അടിയാറുകൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയും, സാക്ഷി പറയും. ആര്? പടച്ച തമ്പുരാനെ, പരിശുദ്ധ റമളാനിന്റെ പകൽ സമയം ഭക്ഷണം കഴിക്കാനും ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും അവസരമുണ്ടായിട്ടും അതിൽ നിന്നെല്ലാം മാറി നിന്നത് എന്നെ നോറ്റുകൊണ്ടാണെന്ന് ആര് പറയും? നോമ്പ് സാക്ഷി പറയും. പറയോ? നമ്മളെ നോമ്പ് പറയോ? ഒരാള് നമ്മളെ ചീത്ത അറിഞ്ഞാൽ എന്താ പറയണ്ടേ? ഇനി സ്വായും അല്ലേ? നമ്മളെന്താ പറയാ? നോമ്പായി പോയി. അറിയാ, ആ പറിച്ചൊരു ടോണിനെ മാറ്റല്ലേ അല്ലേ? നോമ്പായി പോയി അല്ലേ ഞാൻ കാണിച്ചു തിരി അല്ലേ? ഉച്ച കഴിഞ്ഞാല് ബാപ്പാന്റെ അടുത്തേക്ക് പോകണ്ട, നോമ്പ് എങ്ങനെ തലക്ക് ഇരിക്കാണ്, തല കയറേണ്ടാണ്, ഇറക്കി വെക്കണ്ടല്ലേ? നമ്മളത് ഇറക്കി വെക്കണം. സഹോദരങ്ങളെ, വക്കമ്മിൻ സ്വാഇമിൻ, എത്രയെത്ര നോമ്പുകാരുണ്ട്, നോമ്പ് കൊണ്ട് പട്ടിണിയും പൈതാഹുമല്ലാതെ ഒന്നും കിട്ടില്ല. നിസ്കരിച്ചുണ്ടാവും, ഇങ്ങനെ ഓതുണ്ടാവും, ഏതോ ലോകത്താ. ആയത്തിന്റെ അർത്ഥം അറിയില്ല, ആശയം അറിയില്ല, കോട്ടായ്മ കെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കാനും വേണ്ടി നമ്മൾ നിസ്കരിക്കുക. നിങ്ങൾ കേട്ടില്ല? നിങ്ങൾക്ക് അറിഞ്ഞ സുഹൃത്തുതാ, വൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഊൻ, അശ്രദ്ധയായിട്ട്, ശ്രദ്ധയില്ലാതെ, കോൺഫിഡൻസ് ഇല്ലാതെ, ഖുശൂ ഇല്ലാതെ നിസ്കരിക്കുന്ന ആ നിസ്കാരം കൊണ്ട് യാതൊരു ഫലവുമില്ല. ഖുർആന് പറയും, റബ്ബിനോട് പറയും, റബ്ബേ, അവന്റെ രാത്രിയിലെ ഉറക്കിനെ നഷ്ടപ്പെടുത്തിയത് ഞാനാണ്. എന്നെ സുദീർഘമായി ഓതിയത് കൊണ്ട് അവന്റെ ഉറക്ക് നഷ്ടപ്പെട്ടു. ഖുർആന് വർത്താനം പറയും. എങ്ങനെ? നമ്മളെല്ലാ റമളാനും കയറി ഒരു തവണെങ്കിലും ഇതൊന്നും അർത്ഥം അറിഞ്ഞാണ്ട് ഓതണം. ആദ്യത്തെ 2 ദിവസം ഭയങ്കര ഒരുക്കാരം, പിന്നെ ഇങ്ങനെ ഖുർആൻ തന്നെ എടുക്കാൻ നേരം കിട്ടൂല. ഈ ഖുർആൻ വർത്താനം പറയേ. ഇവിടെ 4 മദ്ഹബ് സ്വീകരിക്കാത്തതിന് മുസ്ലിമല്ല, മുഅ്മിനല്ല എന്ന് പറയാ. പരലോകത്ത് കബറിലാണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ചോദിക്കുക? ആരാണ് ഇമാം വെച്ചാല്? ആരാണ് ഇമാം വെച്ചാൽ എന്താ പറയേണ്ടത്? ഖുർആൻ ഇമാമി, എന്റെ ഇമാം ഖുർആനാണ്. സഹോദരങ്ങളെ, പറയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, വകാലർ റസൂലു ഇന്ന ഖൗമി തഹദു ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ച തമ്പുരാന് എന്റെ ഈ സമൂഹം ഖുർആനിനെ കൈയൊഴിഞ്ഞു. ഈ ഹജറ എന്നുള്ള പാത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഹജറ എന്നുള്ളത് ഭാര്യ ഭർത്തൃ ബന്ധത്തില് ശിക്ഷണ നടപടിയായിട്ട് പറഞ്ഞു, വഹ്ജറുഹുന്ന ഫിൽ മലാജിന. പെണ്ണുങ്ങള് കിടപ്പറയിൽ ഉണ്ടെങ്കിലും ഓളെ അകന്നു നിൽക്കുന്ന. ഓള് കിടപ്പറയിലുണ്ട്, പക്ഷെ എന്ത് ഓളം മെയിൻ ചെയ്യുക. കാരണം ശിക്ഷണ നടപടിയുടെ ഭാഗമായിട്ട് പറഞ്ഞതാ. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമ്മൾ അതിനെ അവഗണിക്കുന്നു എന്നുള്ള പദപ്രയോഗമാണ് റസൂല് നടത്തിയത്. സഹോദരങ്ങളെ, ആരുണ്ട് നാളെ പരലോകത്ത്? നമ്മൾ ഈ മണലാരുണ്യത്തിൽ വേണ്ടതൊക്കെ മാറ്റി വെച്ച് കുട്ടികൾ ചോദിച്ചാൽ നമ്മൾ വാങ്ങിക്കൊടുക്കണം. ലാപ്ടോപ്പ് ആകുമ്പോൾ ലാപ്ടോപ്പ് കൊടുക്കും, അല്ലെ ഐഫോൺ ആകുമ്പോൾ ഐഫോൺ വേണം. നമ്മളെ ഫോൺ എന്താണ്? അത് ആയിനറിയാൻ പറ്റില്ല, പണ്ടത്തെ ഫോൺ നമ്മളതിലുണ്ടാവുക. നമ്മൾ നല്ല ഉഷാറ് വാങ്ങി കൊടുക്കും. ഈ മക്കള് നാളെ നമ്മളെ നോക്കുവോ? തിരിഞ്ഞു നോക്കുവോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, കണ്ട പരിചയം കൂടെ ഉണ്ടാവൂല. ഭാര്യക്കോ കുട്ടിയേക്കോ മക്കൾക്കോ. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ. പടച്ച തമ്പുരാനെ, എന്റെ മകനെ നിനക്ക് തരാം, എന്റെ മകനെ തരാം, അതുപോലെ തന്നെ ബിബനി വസ്വാഹിബത്തിഹി വാഹി, എന്റെ കൂട്ടുകാരനെ, എന്റെ ജീവിത പങ്കാളിയെ തരാം, എന്റെ സഹോദരനെ തരാം. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, പടച്ചോനെ, ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും നിനക്ക് തര റബ്ബേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. തികച്ചു സ്വാർത്ഥനായി മാറും നമ്മള്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീ വസ്വാഹിബതിഹി വബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നീ. മാനിയും ബാപ്പാനെയും കുട്ടികളെയും മക്കളൊക്കെ ഇട്ടെറിഞ്ഞു പോവുകയാണ്. എല്ലാവർക്കും അവനാന്റെ കാര്യം മാത്രം. സഹോദരങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് കുറച്ചൊക്കെ നമ്മളെ കാര്യം നോക്കണം. നല്ലൊരു ഡ്രസ്സ് നമ്മൾ ഇടൂല,
നല്ലൊരു ചെരുപ്പ് നമ്മൾ വാങ്ങൂല, ഒക്കെ നമ്മൾ കൊടുക്കുക. നമ്മളെ കാര്യം നമ്മൾ നോക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പെരയിൽ നല്ല പാത്രം ഉണ്ടാവുമല്ലോ, വിളമ്പോ? എടുക്കൂല. അത് ഗസ്റ്റ് ഏതെങ്കിലും സമയത്ത് വരുമ്പോ ആ ഗസ്റ്റിന് വേണ്ടി മാറ്റിയേക്കാം. അപ്പൊ ഈ ദുനിയാവിലെ ഐശ്വര്യം, ഇപ്പൊ മാന്യമായി വസ്ത്രം ധരിക്കാത്ത ഒരാളോട് പ്രവാചകൻ പറഞ്ഞു, ആ തുണി പടച്ചോ നിയമത്ത് തന്നല്ലേ, അതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്നാ. കുറച്ചൊക്കെ നമ്മൾ ജീവിക്കണം, ഓവറാണെന്നല്ല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാക്ഷിയാകണം ഈ റമളാൻ. നമ്മുടെ പരിശുദ്ധ റമളാന് നമ്മൾ യാത്രയാകുമ്പോൾ നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയുമെന്നുള്ള ഒരു സമാധാനം ഉണ്ടാണ്. പഠിച്ചോനെ, രണ്ടാൾ ഇസ്ലാമക്ക് വന്നിട്ട് ഒരാൾ ആദ്യം ഷഹീദായി, രണ്ടാമത്തെ ആള് രണ്ടാമത്തെ കൊല്ലാണ്. പക്ഷേ ആദ്യം സ്വർഗത്ത് പോയത് ആരാ? ഷഹീദായ ആളല്ല. ആരാണ്? ഒരു റമളാൻ കിട്ടിയ ആളാ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞമ്മക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തിലെ നിധി ഏതാ? നിർത്തട്ടോ, പിടിച്ചൊന്നും വേണ്ട. സ്വർഗത്തിന്റെ നിധി ഏതാ? സ്വർഗത്തിന്റെ നിധി എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ എന്താ? ഇങ്ങനൊന്നും ആരും ചോദിച്ചാലും പറയലൊന്നുമില്ല. എങ്ങനെ പറയുന്നത് ഖുർആനിലെ ശൈലിയാ. വമാ അദ്റാകമായ, അതെന്താണെന്ന് നിനക്കറിയുമോ? അങ്ങോട്ട് ചോദിക്കുക, എന്നിട്ട് ഒന്ന് ചിന്തിക്കുക. പറയട്ടെ, ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് ഒരു 8-10 ചോദ്യം ചോദിച്ചല്ല. പറയട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വചനം കൻസാണ്, നിധിയാണ്. നമ്മൾ എപ്പോഴാ പറയാ? എപ്പോഴാ ലാ ഹൗല വലാ ഖുവത ഇല്ല? മുമ്പൊക്കെ വലിയമാര് ഇടിയെട്ടണം അല്ലേ? ഇടിയെട്ടുമ്പോൾ ചെല്ലേണ്ട പദ, ഇടിയെട്ടുമ്പോൾ ചെല്ലേണ്ട ലാ ഹൗല വലാ ഖുവതാണോ? വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ടിയിരുന്നതല്ലേ? ചെല്ലണോന്ന് എനിക്കറിയില്ല. എന്താ ചെല്ലേണ്ടി? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ ചെല്ലുക. ഞാൻ പറഞ്ഞ പ്രാർത്ഥനകൾ മനസ്സിലുണ്ടോ? ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് എഴുതി വെക്കുക. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വദക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും പ്രയാസമുണ്ട്, എന്നാലും നിങ്ങളൊക്കെ ഒന്ന് കാണാനും, നമ്മുടെ ഈ ആദർശം എന്താണല്ലോ വലുത്, ഒന്ന് കാണാനും ബന്ധപ്പെടാനും. പിന്നെ അബ്ബാസാക്ക് എന്നും ഇടുന്ന മെസ്സേജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കലുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. കഴിഞ്ഞ പിന്നെ ഉംറ ടീമായിട്ട് വന്നപ്പോൾ ഞാൻ ഷാക്കിർ അളിയനാണ്, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് വന്നപ്പോഴാണല്ലേ ആ ബന്ധം ഇങ്ങനെ നിലനിർത്തുക. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞു, ദഅവാ രംഗത്ത് നമ്മൾ കൈകോർത്തണം, നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മൾ ചെയ്യണം. കുറെ സമ്പത്തുണ്ടായിട്ട് റസൂൽ ചോദിച്ചെന്താ നിങ്ങളെ മുതലിനെയാണോ ആരാന്റെ മുതലിനെയാണോ ഇഷ്ടപ്പെടുന്നത്? നിങ്ങളെ മുതലിനെയാണോ ആരാന്റെ മുതലിനെയാണോ? നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നത്? നമ്മളെ മുതലാണോ ആരാന്റെ മുതലോ? നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ മുതലാണോ ആരാന്റെ മുതലാണോ? ഏതാ നമ്മളെ മുതല്? ഏതാണ് നമ്മളെ മുതല്? പറഞ്ഞേ. നമ്മൾ ചെലവാക്കിയത് മാത്രം മതി, ബാക്കിയൊക്കെ നമ്മൾ കണ്ണിമ്പിയാൽ പേപ്പട്ടികളെ പോലെ കടിച്ചു കീറുന്ന ബന്ധുക്കൾ വരും, ജ്യേഷ്ഠാനുജന്മാർ വരും, മക്കൾ വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭക്തി സ്വന്താക്കണം. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഒരു പ്രഭാതം കിട്ടിയാൽ ഇനി ഒരു പ്രദോഷമുണ്ട് എന്ന് ഒരാൾക്കും അറിയില്ല. തെക്കുവ ഉണ്ടായിക്കോളി. ഇപ്പൊ ഉംറക്ക് പോകാൻ എല്ലാവരും നിൽക്കുകയാണല്ലോ, കുറെ ആൾക്കാരുണ്ടല്ലോ. എന്താണ് ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മളെ കയ്യിലുണ്ടാണ്ട്? എന്താ? റിയാലോ ദിർഹമോ പാസ്പോർട്ട് എന്താണ്ട്? പാതേയത ഭക്തി എന്ന പാതേയമാണ് ഉണ്ടാണ്ടത്. ഇത് അവസാനിപ്പിക്കുക. അള്ളാഹു ഈ പരിശുദ്ധ റമദാനിന്റെ അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ മര്യാദകളും പാലിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാനും ആരാധന അനുഷ്ഠാനങ്ങൾ സ്വന്തമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരികയും സ്വർഗത്തിന്റെ തുറക്കപ്പെട്ട വാതിലൂടെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നല്ല മുറാദുകൾ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ അസുഖങ്ങൾ അള്ളാഹു ഷിഫയാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, നേതാക്കന്മാർ, ഗുരുനാഥന്മാർ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ്
اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار توفنا مسلما والحقنا بالصالحين ربنا أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഏതായാലും ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോവുള്ളൂ. പറ്റുമെങ്കിൽ ഇനിയും നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.